മാതാവേ, ഇത് അടച്ചുള്ളിയല്ലേ? എനിക്കെന്താ പ്രായപൂർത്തിയായിട്ടില്ലേ? ചുമ്മാ അതല്ല സൂസൻ അതിന്റെ കഴുത്തിലെ കയറൂരാത്തത്. ആണുങ്ങളായി ഇച്ചിരി തന്റെ ഒക്കെ വേണോടോ. നോക്ക്, അതല്ല കുട്ട, അടച്ചുള്ളി പണം കണ്ടെന്ന് അവളെങ്ങാനും പറഞ്ഞാൽ മരുമകളുടെ മുമ്പ് നിർത്തി എന്റെ തൊലി ഉരിക്കും. അറിയാനായിട്ട് നമ്മൾ ആരോടെങ്കിലും പറയാൻ പോണോ? ഇനി കുത്തി കുത്തി ചോദിച്ചാൽ തന്റെ നാവിന്നൊന്നും വീഴാണ്ടിരുന്നാ മതി. ഞാനൊരു ദുർബല ഹൃദയനാണെന്ന് തനിക്കറിയാലോ. ഒന്നും അധികം നേരം ഒളിച്ചു വെക്കാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല. മദ്യപിച്ച് സിനിമയുടെ ചെല്ലുമ്പോ താമസിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് തമാനം പറയും? അതിനുള്ള ന്യായം ഞാൻ ഇന്റർവെല്ലിന്റെ ഗ്യാപ്പിൽ പറഞ്ഞുതരാം. താൻ ക്യൂ നിൽക്കുക. അയ്യോ വേണ്ട, പ്രശ്നമാവും. കണ്ടില്ല, എനിക്കും പ്രശ്നവും. താൻ നിൽക്കുക. എന്നാത്തിന് ഇത്രയ്ക്ക് ആദ്യ പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പച്ചനിങ്ങ വരുമെന്നേ. ഇങ്ങോട്ട് വരാതെ പിന്നെ എവിടെ പോവാനാ? ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ആദിയില്ലായിരുന്നു. അപ്പുറത്തെ ആ വാനനിരീക്ഷണക്കാരനുണ്ടല്ലോ, അങ്ങേരെ മാനം കിഴിച്ച് ഊഞ്ഞാലാടും നനവാ. മാസത്തിലൊരിക്കൽ പെൻഷൻ മേടിക്കാനല്ലേ അപ്പച്ചൻ പുറത്തോട്ടൊന്ന് ഇറങ്ങുന്നത്? പരിചയക്കാരെ ആരെങ്കിലും കണ്ട് സംസാരിച്ച് നിന്നുപോയതായിരിക്കും. പറയുമ്പോ നീ എന്റെ മോന്റെ കെട്ടിയോളാ. എന്നാലും പറയ, ആണുങ്ങളെ അങ്ങനെ അങ്ങ് കയറൂരി വിടരുത്. കയറിന്റെ ഒരറ്റം എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വേണം. ഗൾഫിൽ കഴിയുന്ന ടോമിച്ചായിന്റെ കയറിന്റെ അറ്റം എന്റെ കയ്യിലിരുന്നിട്ട് എന്നതാ അമ്മച്ചി കാര്യം? ആ, ഇവിടെ ഇരുന്നോണ്ട് അവനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അതാ പെണ്ണിന്റെ മിടുക്ക്. നിന്റെ അമ്മാവി എപ്പ സ്ഥലം മാറ്റമായി, ഒറ്റയ്ക്ക് എവിടൊക്കെ കഴിഞ്ഞു. പക്ഷേ അവിടെ എന്തെങ്കിലും വേണ്ടാതീനം കാണിച്ച അതപ്പം ഞാനിവിടെ അറിയും. എന്റെ ഒരു കത്തങ്ങോട്ട് ചെന്നാ മതി, പിന്നെ 2 ആഴ്ചത്തേക്ക് അതിയാന് മൂത്ര തടസ്സമാ. അങ്ങനെയാണോ അപ്പച്ചൻ 2 പ്രാവശ്യം സ്റ്റോണിന്റെ ഓപ്പറേഷന് വേണ്ടി വന്നത്? ആ, അതും ഒരു കാരണമാ. ആ, എത്തിയോ? എന്നതാ വായില്? ഗ്യാസ്. ഒന്നെങ്കിൽ ഇറക്ക്, അല്ലെങ്കിൽ തുപ്പ്, എന്നിട്ട് പറ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ആ മഹേന്ദ്രത്തമ്പിയുടെ ഓഫീസിൽ കയറി സംസാരിച്ചിരുന്നു പോയതാണേ. ഈ ബൈബിളെ തൊട്ടൊന്ന് സത്യം ചെയ്തേ. പൊറുക്കണം സൂസി, ഓമനക്കൂട്ടം നിർബന്ധിച്ചപ്പോ ഞങ്ങളൊരു സിനിമയ്ക്ക് കയറിയതാ. എന്നാ സിനിമയാ? തുടങ്ങി കഴിഞ്ഞ പിന്നെ കയറിയത്. അതുകൊണ്ട് പേര് ഓർമ്മയില്ല. തിയേറ്ററിന്റെ പേര് ഓർമ്മയില്ല? ഉണ്ട്, മേളം. മോളിക്കുട്ടിയെ, ഇന്നത്തെ പത്രം എടുത്തേ മേളം തിയേറ്ററിൽ എന്നാ പടമാണെന്നൊന്ന് നോക്കിക്കേ. എന്നിട്ട് ടേപ്പ് റെക്കോർഡർ അങ്ങോട്ട് ഓൺ ചെയ്തേ. ഭഗവാനെ, ചെറിയാച്ചന്റെ വീട്ടിൽ നിന്നാണല്ലോ ഭക്തിഗാനം കേൾക്കുന്നത്. കുഴഞ്ഞോ? ആ ദുർബല ഹൃദയൻ എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നത്. ഞാൻ ഇനി ആ പെണ്ണും പിള്ളെ എങ്ങനെ ഫേസ് ചെയ്യും? അയ്യോ, ഇന്ന് തന്നെ ഞാൻ ടോമച്ചൻ എഴുതുന്നുണ്ട്. അപ്പച്ചൻ വെള്ളം അടിച്ചേച്ച് വിക്സ് ഗുളിക തിന്നുന്നതും ഏപ്പടം കാണുന്നതുമെല്ലാം അവനും കൂടെ ഒന്ന് അറിയട്ടെ. അമ്മച്ചി ഒന്ന് പതുക്കെ, അയൽവക്കക്കാര് കേൾക്കും. അയൽവക്കക്കാര് കേൾക്കാതിരിക്കാനല്ലേ ഭക്തിഗാനം വെച്ചിരിക്കുന്നത്. എന്നിട്ടും കേൾക്കുന്നെങ്കിൽ ഒറ്റ കൂട്ടി വെച്ചോ. പെൻഷൻ അങ്ങോട്ട് എന്ന് മേടിക്കുന്നതേ ഇന്നത്തോടെ നിർത്തിക്കോ. കൂട്ടുകാരനെയും പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ നിങ്ങളൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? കുടിച്ചു, മൂക്കറ്റം കുടിച്ചു. കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നതിന് ശേഷം ഇനി ഒരു തുള്ളി കുടിച്ചു പോരെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ നിന്റെ നെറുകെ തൊട്ടല്ലേ സത്യം ചെയ്തത് മദ്യം ഞാൻ കൈകൊണ്ട് തൊടില്ലെന്ന്. അതിനുശേഷം നിന്നാണ്, നമ്മുടെ 2 മക്കളാണ്, മദ്യം ഞാൻ ഈ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. അറിയാവോ? ആണയിട്ട അത് തെറ്റിക്കുന്ന ആളല്ല ചേട്ടനെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ സുമി നീ എന്നെ സംശയിച്ചത്? കുടിച്ചിട്ടില്ലെന്നുള്ളതുള്ളതായിരിക്കും, പക്ഷെ സിനിമ കണ്ടു കാണും, അത് ഉറപ്പാ. കണ്ടോ കണ്ടോ, ഇതാ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. കുടലെടുത്ത് കാണിച്ച തിരുപ്പനാണെന്ന് പറയും. വിശ്വാസമില്ല, നീ ആ തമ്പി ഫോൺ ചെയ്ത് ചോദിക്കും. 5 മണി വരെ ഞങ്ങൾ അയാളുടെ ക്യാബിനിലുണ്ടായിരുന്നു. തമ്പി സാർ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതല്ലേ? എന്നും കാണുന്നവർ തമ്മിൽ എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? അയാൾ ഉടനെ റിട്ടയർ ആകുകയല്ലേ. പെൻഷൻ പേപ്പേഴ്സ് ഒക്കെ എങ്ങനെയാ ശരിയാക്കേണ്ടെന്ന് ചോദിക്കായിരുന്നു. ഇടയ്ക്ക് ഇത്തിരി നേരം മോന്റെ കല്യാണക്കാര്യം വന്ന് വീണു. പിന്നെ നാടകഭ്രാന്തരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയയില്ല. ഡിപ്പാർട്ട്മെന്റിൽ നാടകം കളിച്ചതിന്റെ ചരിത്രം കുറെ വിളമ്പി.
ടെറസിൽ തുണി വല്ലതും ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടോ? എന്താ മഴ പെയ്യോ? പിന്നെ 4.25 സെന്റിമീറ്റർ ഉണങ്ങിയ തുണി നനയാനത് ധാരാളം മതി. പോയെടുക്കൂ. അച്ഛാ, ആ കപിൽ ദേവ് വന്നല്ലോ. ഇനി മോഹൻലാൽ എപ്പോഴാണാവോ വരുന്നത്? അച്ഛൻ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കാൻ ഇറങ്ങുമ്പോ അച്ഛൻ ഞെട്ടരുത്. ഇന്ത്യക്ക് വേണ്ടി ഇനി നീയും കൂടെ കളിക്കാത്ത കുറവേ ഉള്ളൂ. കളിച്ച് സമ്മാനമൊക്കെ വാരി കൂട്ടിയിട്ട് ഇന്ത്യ എന്ത് കേടാനാ? സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടോടാ ഇന്ത്യ? സ്പോർട്സ് എന്ന് കേൾക്കുമ്പോ അച്ഛനും അമ്മയ്ക്ക് എന്താ ഇത്ര അലർജി? മനുഷ്യനായ ശകലം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ വേണം. ഞങ്ങൾക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലായിരുന്നെങ്കിലേ നീയൊക്കെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. മൂത്തവൻ മിമിക്രി, രണ്ടാമത്തവൻ മാക്രി. നമ്മുടെ മക്കള് രണ്ടും പാഴായി പോയല്ലോടെ സുമി. അതെ അതെ, തന്ത പെൻഷൻ പറ്റി ഷെഡിൽ കയറിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. എന്നിട്ടും മക്കൾ ഇപ്പോഴും കളിച്ചു നടക്കുക. നിങ്ങൾ കല്യാണം കഴിക്കാൻ താമസിച്ചത് ഞങ്ങളുടെ കുഴപ്പമാണോ? കൂടെ മറുതല പറയാതെ. വിവരദോഷി. അച്ഛാ, നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. അവരെ പ്രസന്റേഷൻ മേടിക്കാൻ എനിക്കൊരു 200 രൂപ വേണം. കഴിഞ്ഞ ആഴ്ചയിൽ നീ ആരുടെയോ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് 100 രൂപ മേടിച്ചോണ്ട് പോയല്ലോ. എല്ലാ കൂട്ടുകാരുടെയും ബർത്ത്ഡേക്ക് സമ്മാനം മേടിച്ചു കൊടുക്കാൻ നീ ആരാ? ചാൾസ് രാജകുമാരനോ? 10 പൈസ തരില്ല. ഇല്ലെങ്കിൽ വേണ്ട. അച്ഛൻ പെൻഷൻ മേടിച്ചോണ്ട് ഒരിടത്ത് കയറുന്നത് കണ്ടല്ലോ. എങ്ങോട്ട് കയറുന്നുണ്ടെന്നാ? തമ്പിയുടെ ഓഫീസിലായിരിക്കും അല്ലേ? അല്ല, പടം കാണുവാൻ അച്ഛനും മങ്കിലും കയറിയേ. സന്തോഷേ, കാശ് തരാം, സത്യമായിട്ട് അച്ഛൻ തരാം. അച്ഛൻ പേടിക്കണ്ട കേട്ടോ. സിനിമ കണ്ട കാര്യം ഞാൻ പറയത്തില്ല. ഞങ്ങള് സിനിമയ്ക്ക് കയറുന്നത് മക്കൾ എങ്ങനെ കണ്ടു? അച്ഛന്റെ തൊട്ടുപിറകിലത്തെ സീറ്റിൽ ഞാനും ഉണ്ടായിരുന്നു. എന്താമ്മേ? അച്ഛൻ ആപ്പിൾ മേടിക്കണോന്ന് പറഞ്ഞിട്ട് മേടിച്ചോ? മേടിച്ചു. കിലോക്ക് പിന്നെ 2 രൂപ കൂടി. അല്ല, എനിക്ക് അറിയാൻ വയ്യ എന്ന് ചോദിക്കുക. അച്ഛൻ എന്തിനാ അങ്ങനെ സ്ഥിരമായിട്ട് ആപ്പിൾ മേടിക്കുന്നത്? സിനിമയിൽ അഭിനയിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ, ആഹാരത്തിന് മുൻപ് മുടങ്ങാതെ 2 ആപ്പിൾ കഴിക്കണോന്ന്. എന്റെ കൂടെ പഠിക്കുന്ന ചാർലിയുടെ ഫാദറിന് 2 തവണ അറ്റാക്ക് വന്നതാ. എന്നിട്ട് ആപ്പിൾ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലല്ലോ. അതിന് അച്ഛന്റെ ഡോക്ടറാണോ അയാളെ ചികിത്സിച്ചത്? ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ചിലപ്പോ ആപ്പിൾ കഴിക്കേണ്ട അറ്റാക്ക് ആയിരിക്കും നിന്റെ അച്ഛന് വന്നത്. ഓ, ഇതായിരിക്കും ആപ്പിൾ അറ്റാക്ക് അല്ലേ? മഹേന്ദ്രൻ തമ്പിയാണ്. ഞാനാണ് ഓമനക്കുട്ടൻ. അതെ, സുമിത്ര വിളിക്കുകയാണെങ്കിലേ ഇന്ന് ഞാനും ചെറിയാനും തന്റെ കൂടെ ഓഫീസിലുണ്ടായിരുന്നത് പറയണം. എന്താ ഏടാകുടമല്ലോ ഒപ്പിച്ചോ? ഒപ്പിച്ചു. ആ കഴുത ചെറിയാൻ അത് കുളവാക്കി. സൂസനെ കൊണ്ട് ഭക്തിഗാനവും വെപ്പിച്ചു. അയ്യോ, ഇന്ന് ടൗൺ ഹാളിൽ ഒരു നാടകമുണ്ട്. ചെറിയാച്ചനെയും കൂട്ടാമെന്ന് കരുതി ഞാൻ 2 ടിക്കറ്റ് എടുത്തു പോയല്ലോ. ചെറിയാച്ചന് വേണ്ടി എടുത്ത ടിക്കറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡൊണേറ്റ്. അയാളെ അടുത്ത കാലത്തൊന്ന് സൂസൻ അഴിച്ചു വിടുമെന്ന് തോന്നില്ലടോ. ശരി, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. ഓക്കെ. പറയുന്ന കൊണ്ട് നിനക്ക് വിഷമോ ഒന്നും തോന്നണ്ട. നീ നാടകത്തിന് കളയുന്ന കാശുണ്ടായിരുന്നെങ്കിൽ സതിക്ക് വല്ല ആഭരണം ഉണ്ടാക്കി വെക്കായിരുന്നു. അമ്മയുടെ വർത്തമാനം കേട്ടാ തോന്നും അവക്ക് ആഭരണങ്ങളെ ഇല്ലെന്ന്. ഇല്ലെന്നല്ലടാ, വരുന്നവരെത്രയാ ചോദിക്കാന്നാക്കാ നിശ്ചയം. വരുന്നവര് ചോദിക്കുന്നതൊക്കെ കൊടുക്കാനേ അവളെന്താ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണോ? സമയമാവട്ടെ, അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. സമയം ഇതാന്ന് പറയുന്നതിന് മുമ്പ് അങ്ങ് പോവും. ജയന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. രാജലക്ഷ്മിക്കോ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ 2 മക്കളുടെയും കല്യാണം എനിക്ക് കാണണം. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. ജയമോഹന്റെ സതിയുടെയും കല്യാണവും കണ്ട് എന്റെ പേരക്കുട്ടികളെയും താലോലിച്ച് അവരുടെ കല്യാണവും കണ്ടിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കൂ. പോടാ അവിടുന്ന്, നിന്റെ ഒരു വർത്തമാനം. അല്ല, ട്യൂഷൻ കഴിഞ്ഞ് സതി വന്നോ? നന്നായിട്ടുണ്ടോ അച്ഛാ? കുഴപ്പമില്ല, നന്നായിട്ട് സാധകം ചെയ്യണം. അച്ഛൻ ഇന്നൊരു നാടകത്തിന് പോന്നു. മോള് വരുന്നോ? എത്ര മണിക്കാ? 7 മണിക്ക്. അയ്യോ, ഞാനില്ല. വൈകുന്നേരം ഒരുങ്ങി നിക്കണമെന്നും പറഞ്ഞിട്ടാ ജയേട്ടൻ പോയത്. എന്താ വിശേഷിച്ച്? അച്ഛന്റെ ഓഫീസ് പോലെയല്ല ബാങ്ക്. അവർക്ക് 28-ാം തീയതി തന്നെ ശമ്പളം കിട്ടും. 3 ദിവസമായിട്ട് ശമ്പളം കൈവച്ചോണ്ട് കറങ്ങി നടക്കുക ജയേട്ടൻ. നശിച്ച ട്യൂഷൻ കാരണം കൂടെ ചെല്ലാൻ സമയം കിട്ടണ്ടേ? ശമ്പളം മുഴുവൻ തീർക്കാതെ ചേട്ടനും അനിയത്തിക്ക് ഉറക്കം വരില്ലല്ലേ? ചേട്ടന്റെ കല്യാണം കഴിയുന്നവരെയുള്ള അടിച്ചുപൊളിയല്ലേ ഉള്ളൂ. എന്താ? സിംഗപ്പൂർ റിട്ടേൺ രാജശേഖരൻ തമ്പിയുടെ അരുമ മകൾ മാലിനി തങ്കച്ചി എന്റെ ചേട്ടത്തിയമ്മയെ വന്നു കയറിയ പിന്നെ
എന്റെ ഭരണം വല്ലത് നടക്കും അച്ഛമ്മേ. ഈ പെണ്ണിന് വെളച്ചിന് കുറച്ച് കൂടുന്നുണ്ട്. ദാ ചേട്ടൻ വന്നു. അയ്യോ ഇറങ്ങണ്ട, ഞാൻ റെഡി. എടി ഡ്രസ് ഒന്ന് മാറി ചായ കുടിക്കട്ടെ. ചായ നമുക്ക് ഷോപ്പിങ്ങിന് പോകുന്ന വഴിക്ക് കുടിക്കാം. പിന്നെ ഡ്രസ് മാറാൻ പെണ്ണ് കാണാനൊന്നല്ലല്ലോ. അധിക പ്രസംഗം പറയാ, വണ്ടിയെ കയറ്. നീ ഒരുത്തനായി പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നത്. അച്ഛമ്മ പേടിക്കണ്ട, കഴുത്തിൽ ഒരു ചങ്ങല വീഴുമ്പം എല്ലാം മാറിക്കോളും. പോട്ടെ അച്ഛമ്മ. മടുത്തു. മോനോട് പറഞ്ഞൊരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലോട്ടെങ്ങാനും പോയാലോ എന്ന് ആലോചിക്കുക. തന്നെ ഒറ്റയ്ക്ക് സൂസന്നെ അയക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏതു മരുഭൂമി പോയാലും അവര് കൂടെ കാണും. രാമൻ കാട്ടിൽ പോയപ്പോ സീത മനസ്സമാധാനം കൊടുത്തോ? ആണ്ട ബാധ കൊണ്ടേ പോവും. സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 24 മണിക്കൂറും വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോ വേണ്ടാത്തതൊക്കെ തോന്നും. പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കും. താൻ പഴുത്തിരുന്ന് വീഴാൻ ഇനി അധികം ദിവസമില്ല, അത് ഓർമ്മ വേണം. നിങ്ങളുടെ അവസ്ഥ ഏതായാലും എനിക്കുണ്ടാവില്ല. റിട്ടയർഡ് ലൈഫ് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതിനെ പറ്റി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ല, തമ്പിക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഉണ്ടോ? എങ്കിൽ ഞങ്ങളും കൂടാം. എന്താ? ബിസിനസിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ ആലോചിച്ചതാ. എന്റെ പിള്ളേർക്ക് രണ്ടിനും നേരെ ചൊവ്വയുള്ള പണിയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ മൂത്തവന് വീഡിയോ ലൈബ്രറി മതി, രണ്ടാമത്തവന് ക്രിക്കറ്റിന്റെ കമ്പും കോലും വിൽക്കുന്ന കട തുടങ്ങണം. അവന്മാര് തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമാ. സൂസന്നെ ആണെങ്കിൽ ഇങ്ങോട്ട് നിർബന്ധിച്ചോണ്ടിരിക്കുക ബിസിനസ് തുടങ്ങാൻ. മൃഗസംരക്ഷണ വകുപ്പിലെ എക്സ്പീരിയൻസ് കാണിച്ച് ഒരു ലോൺ എടുത്ത് കുറെ ഇറച്ചിക്കോഴികളെ മേടിച്ച് വളർത്താനാ അവള് പറയുന്നത്. സൂസന്നയ്ക്ക് വിവരമില്ലെന്ന് പറയുന്നത് വെറുതെയാ. തനിക്ക് പറ്റിയ പണി തന്നെ അവര് സജസ്റ്റ് ചെയ്തത്. പഠിക്കുന്ന കാലത്തെ വലിയൊരു നടനാവാനായിരുന്നു മോഹം. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിന്ന് ജോലിക്ക് ഓർഡർ വന്നപ്പോ പോവാൻ വിസമ്മതിച്ചു. പക്ഷെ അച്ഛൻ സമ്മതിക്കണ്ടേ? അപ്പൊ പിയാൻഡിയിൽ സറണ്ടർ ചെയ്ത് അഭിനയമോഹം പൊടിതട്ടിയെടുക്കാനാണ് തമ്പിയുടെ പ്ലാൻ എന്ന് തോന്നുന്നു. സിനിമയോ നാടകമോ അതോ TV സീരിയലോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് 3 പേർക്കും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അഭിനയം എന്ന് പറയുന്നത് തമ്പിക്ക് ഒറ്റയ്ക്കാവുന്ന പണിയല്ലേ ഉള്ളൂ. അതെ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്കും കൂടെ സഹകരിക്കാവുന്ന ഒരു സംരംഭം നമുക്ക് ആലോചിക്കാം. യെസ്, വി വിൽ അറേഞ്ച് ദ ക്യാഷ് ഇമിഡിയറ്റ്ലി. ഓക്കെ, താങ്ക് യു. സാറിനെ കാണാൻ ഒരു ലേഡി പുറത്ത് കാത്തിരിക്കുന്നു. എന്നെ കാണാൻ? പേടിക്കാനൊന്നുമില്ല, നമ്മുടെ രാജശേഖരൻ തമ്മിച്ചാന്റെ മോളാ. ആലോചന ആയതേ ഉള്ളൂ. പെണ്ണിന് ചെറുക്കനെ കാണാതെ പൊറുതി മുട്ടിയെന്ന് തോന്നുന്നു. ഹായ്. ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന വഴിയാ. ബാങ്കിന്റെ ബോർഡ് കണ്ടപ്പോ വെറുതെ ഒന്ന് ബ്രേക്ക് ഔട്ടി. ജസ്റ്റ് സീ, അത്രേ ഉള്ളൂ. അകത്തേക്ക് വരാനില്ലേ? നോ 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 നോ. ജയമോഹൻ വുഡ് ബി അങ്ങനെ ആരും പോസിന് കാണണ്ട. സൗകര്യമുള്ളവര് മണ്ഡപത്തിൽ വന്ന് കണ്ടാ മതി. വരുന്നോ? ശിശിരത്തിൽ നമുക്ക് ഒരു ഐസ്ക്രീം അടിക്കാം. സോറി, ഇപ്പൊ ഇവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. ഓക്കെ, ഞാൻ കാരണം ബാങ്കിങ് ഏർപ്പാട് കൊള്ളേണ്ട. സീ യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അച്ഛമ്മ എന്തിനാ കരയുന്നത്? എന്റെ മോൻ പെൻഷൻ പറ്റി വരുന്നത് കണ്ടില്ലേ? ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അച്ഛമ്മ പെൻഷൻ പറ്റിയെന്ന് വെച്ച് അച്ഛന് വേറൊന്നും പറ്റിയില്ലല്ലോ. ഇത് കമ്പി ഒന്നൊന്ന് കേൾക്കുമ്പോ ചിലര് നിലവിളിക്കുന്ന പോലെ ഉണ്ടല്ലോ അച്ഛമ്മേ. നീ പോടി എവിടുന്ന്. എന്റെ അപ്പൂപ്പൻ പെൻഷൻ പറ്റി വന്നത് കണ്ടപ്പോഴും എനിക്ക് സഹിച്ചില്ല. ഓക്കെ.
എന്താണമ്മ ഇത്? ഡിപ്പാർട്ട്മെന്റിൽ 25 വർഷം കഴിച്ചു കൂട്ടിയതിന്റെ ശ്വാസം മുട്ടലിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുമ്പോ അമ്മ കരയുകയാണോ വേണ്ടത്? അച്ഛമ്മ ആ കണ്ണ് രണ്ടും തുറച്ചേച്ച് അടുക്കളയിലോട്ട് ചെന്ന് പായസത്തിന് ശരം വെള്ളം അടുപ്പിൽ വൈ ചെല്ല്. നിനക്കൊക്കെ തമാശയാ മോനെ. പെൻഷൻ പറ്റി കഴിഞ്ഞാ പിന്നെ മനുഷ്യന് ഒരു വിലയില്ലടാ. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. സർവീസിൽ ഉണ്ടായിരുന്നതിനേക്കാളും വില ഞാൻ ഉണ്ടാക്കി തരാം. അതെങ്ങനെയാണ് അച്ഛാ? ഞാൻ സജീവമായി അഭിനയ രംഗത്തേക്ക് ഇറങ്ങാൻ പോകും. ബെസ്റ്റ് ഐഡിയ. റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇതുപോലൊരു ഫീൽഡ് ഇല്ല. മൊത്തമായിട്ടും ചില്ലറയായിട്ടും ചുറ്റിക്കളികൾ നടക്കും. ചെറിയാച്ചൻ എന്ത് തോന്നുന്നു? സംഗതി കൊള്ളാം. പക്ഷേ ഗസറ്റഡ് റാങ്കിൽ നിന്ന് റിട്ടയർ ആയ നാമൊക്കെ ഒരു നാടക കമ്പനി തുടങ്ങാന്ന് വെച്ചാ അത് കുറച്ചിലല്ലേ തമ്പി? നാടകത്തിന് മാന്യതയില്ലെന്ന് തന്നോട് ആര് പറഞ്ഞു? സിനിമയുടെയും ടിവിയുടെയും ഈ അതിപ്രസരത്തിലും നാടകം ശക്തമായി നിലനിൽക്കുന്നില്ലേ? അത് മാന്യതയില്ലേട്ടാ? മാടിനറിയാമോ മാമ്പഴത്തിന്റെ ഗുണം? ഓ, പറയുന്നത് കേട്ടാ തോന്നും ഇയാളെ പറ്റിട്ട് നാടക സ്റ്റേജിലാണെന്ന്. ഞാൻ ഭരതമുനിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നാടകത്തെ കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ല, സമ്മതിച്ചു. പക്ഷേ നാടകം തുടങ്ങുന്നതിന് മുമ്പ് മഴ പെയ്യുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. ആ, പിന്നെന്താ വേണം? ഒന്നും രണ്ടും പറഞ്ഞുടക്കാതെ ചെറിയാച്ചന് സഹകരിക്കാൻ പറ്റുമോ? അത് പറ. ഈ നാടക ട്രൂപ്പ് എന്നൊക്കെ പറയുമ്പോ അതൊരു തലവേദനയല്ലേ തമ്പി? ഏത് ബിസിനസിനാ തലവേദന ഇല്ലാത്തത്? എല്ലാ ബിസിനസിനും ഉണ്ട് തലവേദനയും കുളമ്പ് രോഗവും. ജീവിതം തന്നെ ഒരു വലിയ ഗ്യാസ് ട്രബിൾ അല്ലേ? സൂസന്നെ സമ്മതിക്കില്ലെന്ന് പേടിച്ചിട്ടാണോ ചെറിയാച്ചൻ ഒഴിയുന്നത്? അത് പിന്നെ പറയാനുണ്ടോ? ചെറിയാച്ചന്റെ മുഖം നോക്കി അറിയില്ലേ സൂസന്നയുടെ കൈപ്പത്തിയുടെ ശക്തി? ചുമ്മായിടും. സൂസന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ, അതെനിക്ക് വിടെ. ആ, ഇവരുടെ ഇരിപ്പ് കണ്ടാ തോന്നും കെട്ടിയമാര് ബോട്ട് മുങ്ങി ചത്തുപോയെന്ന്. അമ്മയമ്മ കേക്കണ്ട. നിങ്ങൾ എന്നാ അടിപിള്ളേരെ ഈ പൊറുപൊറുക്കുന്നത്? അവര് നാടക ട്രൂപ്പ് തുടങ്ങുന്നതിന് നിങ്ങൾ എന്തിനാ വെറുതെ തല പുകയ്ക്കുന്നതെന്ന് ചോദിക്കായിരുന്നു. മോക്കത് പറഞ്ഞാ മനസ്സിലാവത്തില്ല. കണ്ണിനെ കയം കാണിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? തോമച്ചന്റെ അപ്പച്ചന് ഇത്തിരി വെള്ളം കണ്ടാ മുങ്ങുന്ന കൂട്ടത്തില. നാടകം എന്ന് പറയുന്നതേ ഒരു വലിയ കായലാ. അതിയാൻ അതിലിറങ്ങിയാ പിന്നെ തിരിച്ചു കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വഴി തെറ്റാനുള്ളവർ എവിടെയായാലും തെറ്റും. അതിനിപ്പോ നാടകം തന്നെ വേണമെന്നൊന്നുമില്ല. ഒത്തിരി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാ കുഴപ്പം. മോളിക്കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ ചേട്ടനും തമ്പിസാറും ഉള്ളതുകൊണ്ട് ചെറിയ സാർ അങ്ങനെ കയറ് പൊട്ടിക്കൊന്നും പേടിക്കണ്ട. അയ്യടാ, അത് പറയണ്ട. സുമിത്രയുടെ ചേട്ടനെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. പിന്നെ തമ്പിസാറുള്ളതാ ഒരാശ്വാസം. അല്ല, അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഓ, ഞാൻ എന്തു പറയാനാ? മഹേന്ദ്രൻ ഏതായാലും ദൂഷ്യമുള്ള ഒരു കാര്യങ്ങളും ആലോചിക്കില്ല, അതുറപ്പാ. തമ്പിസാറിന്റെ ഏർപ്പാടായതുകൊണ്ടാ ഞാനും അങ്ങ് സമ്മതിക്കാന്ന് വെച്ചത്. ഇനി ഞാനായിട്ട് എതിര് നിന്നതുകൊണ്ട് നടന്നില്ലാന്ന് വേണ്ട. പക്ഷെ നാടകം പഠിപ്പിക്കലും പഠിക്കലും ഒക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തന്നെ മതി. ഈ കിളവന്മാർക്ക് ഇത് എന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അച്ഛനോട് പറഞ്ഞ ഈ നാടകത്തിന്റെ കാലവും കഴിഞ്ഞു, വല്ല 13 എപ്പിസോഡ് TV സീരിയലും പിടിക്കാൻ. അതായിരുന്നെങ്കിൽ എനിക്ക് കയറി അഭിനയിക്കുകയും ചെയ്യായിരുന്നു. ഇനി അതിനകത്ത് കൂടി കയറി വൃത്തികേടാക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല, ജയേട്ടന്റെ അടുത്താ പറഞ്ഞേ. കേട്ടതിന് ആർക്കും മറുപടി പറയാം. ദേ അങ്ങനെ കയറി പറഞ്ഞാലുണ്ടല്ലോ അടിച്ചിന്റെ മോന്തിന്റെ ഷേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പോയാ താമസിയാൽ അതും സംഭവിക്കും. കേട്ടേ? നിർത്ത. നിങ്ങൾ തമ്മിൽ തല്ലുന്ന കാണാനല്ല ഞാൻ വിളിപ്പിച്ചത്. കിളവന്മാര് മൂന്നും കൂടി നാടക സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരെന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ അതിന്റെ നാണക്കേട് നമുക്കാ. അതുകൊണ്ട് മൂപ്പിലാന്മാരെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആലോചിക്കണം. ഞങ്ങളുടെ അച്ഛനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബം അച്ഛൻ്റെത്. 2-1 അറിഞ്ഞിട്ടേ പിന്മാറും. ജേട്ടന്റെ അച്ഛനല്ലേ ഇതിന്റെ ആണി. ജേട്ടൻ വിചാരിച്ച തമ്പി സാറിന്റെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. ആഫീസിൽ ഈറ്റപ്പുലിയായിരുന്നെങ്കിലും വീട്ടിൽ എന്റെ പോയി പൂച്ചയാ. അപ്പൊ പിന്നെ ഈസി ആയല്ലോ. ജേട്ടാ, ഞാൻ പോവാ. അയ്യോ, ഫ്രണ്ട്സ് ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യാ. ഇവനെ കൊണ്ടൊരു വകയ്ക്ക് കൊള്ളത്തില്ല. എടാ, മുലപ്പാലിന്റെ മണം മാറാത്ത നിന്നോട് ആലോചിക്കാൻ പോയി എന്നെ പറഞ്ഞാ മതിയല്ലോ. നീ പോ. മൂപ്പിലാമ്മയുടെ നാടക ട്രൂപ്പ് കലക്കുന്ന കാര്യം ഞാൻ സതീഷുമായിട്ട് ആലോചിച്ചോളാം. സതീഷേ,